ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +1 സോഷ്യോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ സോഷ്യോളജി ആൻഡ് സൊസൈറ്റി. ഓക്കെ, ഈ ചാപ്റ്ററിൻ്റെ ഒന്നാമത്തെ പാർട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാമല്ലോ അല്ലേ? ശരി, സോഷ്യോളജി ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് പഠിക്കുന്നുണ്ടാവുക അല്ലേ? ഈ ഒരു സബ്ജക്റ്റ് കേൾക്കുന്നത് തന്നെ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കാം. ഓക്കെ, എന്നാൽ നമ്മളിതിൻ്റെ പല കാര്യങ്ങളും ഒക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാൽ സോഷ്യോളജി എന്ന് പറഞ്ഞ് വേർതിരിച്ച് നമ്മൾ പഠിക്കുന്നത് ആദ്യമായിട്ടാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ബേസിക്കായിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സോഷ്യോളജി എന്ന് വെച്ചാൽ എന്താണ്, എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് നമ്മുടെ സോഷ്യോളജി? സോഷ്യോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ്. സിംപ്ലി പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് സൊസൈറ്റി. ഓക്കെ, നമ്മൾ ഉൾപ്പെടുന്ന നമ്മുടെ സമൂഹത്തെക്കുറിച്ചുള്ള, നമ്മുടെ സൊസൈറ്റിയെക്കുറിച്ചുള്ള പഠനമാണ് എന്ത്, നമ്മുടെ സോഷ്യോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ സോഷ്യോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയണ്ടേ? സ്റ്റഡി ഓഫ് സൊസൈറ്റി, സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ് സോഷ്യോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഈ പഠിക്കുന്ന ഇപ്പോൾ +1 +2 ഒക്കെ നമ്മൾ പഠിക്കുന്ന സോഷ്യോളജിയിൽ പഠിക്കുന്ന എല്ലാ കണ്ടൻസും എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. പലതും നമുക്ക് പൊതുവെ അറിയാമെന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു ടെക്സ്റ്റിലൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ആരും തന്നെ സോഷ്യോളജി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആദ്യമായിട്ട് കേൾക്കുന്നതാണല്ലോ പഠിക്കുന്നതാണല്ലോ എന്ന് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് സോഷ്യോളജി എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ സൊസൈറ്റിയെക്കുറിച്ചുള്ള ഒരു പഠനമാണ്. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ ബേസിക്കായിട്ട് അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സോഷ്യോളജിയുടെ ഫാദർ ആരാന്നറിയോ? ഓക്കെ, ഈ ഒരു ഡിസിപ്ലിൻ ഇത്രത്തോളം പോപ്പുലർ ആക്കിയ ഒരു മഹത് വ്യക്തിയുണ്ട്. ആരാണ്? അഗസ്റ്റ് കോംതെ ആണ്. ഓക്കെ, അഗസ്റ്റ് കോംതെ ആയിരുന്നു ആരെന്ന് പറയുന്നത് നമ്മുടെ സോഷ്യോളജിയുടെ ഫാദർ എന്ന് പറയുന്നത്. അതൊന്ന് അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അഗസ്റ്റ് കോംതെ ആണ് നമ്മുടെ സോഷ്യോളജിയുടെ ഫാദർ എന്ന് പറയുന്നത്. ക്ലിയർ ആയേ? ഓക്കെ അല്ലേ? ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആദ്യമേ പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എന്താണെന്നറിയോ? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നുള്ളതാണ്. ഓക്കെ, സോഷ്യോളജിക്കൽ ഇമാജിനേഷനാണ് ഈ ഒരു കോൺസെപ്റ്റിൻ്റെ പേര്. അപ്പോൾ എന്താണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് നമുക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. 2-4 മാർക്ക് വരെ നമുക്ക് ചോദിക്കാം. കുഞ്ഞു ചോദ്യമാണേ. ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി സോഷ്യോളജിയിലുള്ള ഒരു കോൺസെപ്റ്റാണെന്ന് പറഞ്ഞല്ലോ. ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് സി റൈറ്റ് മിൽസ് എന്ന് പറയുന്നത്. ആരാണ്? സി റൈറ്റ് മിൽസ്. ഈ പേര് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണേ. ഈ സി റൈറ്റ് മിൽസും സോഷ്യോളജിക്കൽ ഇമാജിനേഷനും, ഈ 2 ടേംസും, ഈ 2 പേരുകൾ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. കാരണം +2 വരെ നിങ്ങൾക്ക് ആദ്യമേ ഇത് പഠിച്ചിട്ടേ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. സി റൈറ്റ് മിൽസ് ആണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. നമുക്ക് എന്താണ് ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പഠിച്ചാലോ? ഓക്കെ, സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെ നമ്മുടെ സി റൈറ്റ് മിൽസ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ? ആസ് ആൻ ഇൻഡിവിജ്വൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ അനുഭവിക്കുന്ന, ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന ഒത്തിരി അധികം പ്രോബ്ലംസ് ഉണ്ടായിരിക്കും അവരുടെ ലൈഫിൽ അല്ലേ? അപ്പോൾ ഇങ്ങനെ പേഴ്സണലായിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രോബ്ലംസും അങ്ങനെ ഒരു പ്രോബ്ലംസ് ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. എന്നാൽ ഒരു സമൂഹം ഉണ്ടെങ്കിൽ ആ സമൂഹത്തിലെ ആൾക്കാരെ മൊത്തം ബാധിക്കുന്ന പബ്ലിക്കായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവത്തില്ലേ? ഓക്കെ, എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആകുമേ. ഓക്കെ, പബ്ലിക്കായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവില്ലേ? പൊതു പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അതെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു സമൂഹത്തിൽ വ്യക്തിഗത പ്രശ്നങ്ങളും ഉണ്ട്, പൊതു പ്രശ്നങ്ങളും ഉണ്ട് അല്ലേ? അതായത് ഒരു വ്യക്തിയെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസും ഉണ്ട്, എന്നാൽ ഒരു സൊസൈറ്റി മുഴുവനായും അഫക്റ്റ് ചെയ്യുന്ന പബ്ലിക് ഇഷ്യൂസും ഉണ്ട്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. നമ്മുടെ CW മിൽസ് പറഞ്ഞ കാര്യം, ഈ പേഴ്സണൽ പ്രോബ്ലംസും പബ്ലിക് ഇഷ്യൂസും തമ്മിൽ എന്തുണ്ട്? ബന്ധമുണ്ട്, ഒരു റിലേഷൻ ഉണ്ട്. ഇവ തമ്മിൽ, ഈ വ്യക്തിഗത പ്രശ്നങ്ങളും പൊതു പ്രശ്നങ്ങളും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്, എന്തോ ഒരു റിലേഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലൂടെ അദ്ദേഹം മുന്നോട്ട് വച്ച ഒരു നൂതനാശയം എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ നമ്മുടെ അമേരിക്കൻ സോഷ്യോളജിസ്റ്റാണ് സി റൈറ്റ് മിൽസ്, അല്ലെങ്കിൽ CW മിൽസ് എന്നും പറയാറുണ്ട് കേട്ടോ. ഓക്കെ, സി റൈറ്റ് മിൽസ്. അപ്പോൾ അദ്ദേഹമാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. എന്ന് പറയുമ്പോൾ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സണൽ ഇഷ്യൂസ് ആൻഡ് പബ്ലിക് ഇഷ്യൂസ്, അതാണ് എന്ത്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. വ്യക്തിഗത പ്രശ്നങ്ങളും പൊതു പ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധം, അത്രയേ ഉള്ളൂ. ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി ഉണ്ട് എന്ന് വിചാരിക്കാം. ഇപ്പം ഞാനൊരു വികലാംഗനാണെന്നുണ്ടെങ്കിൽ ആ
അംഗവൈകല്യം എന്ന് പറയുന്നത് ആ ഒരു പ്രശ്നം എന്നെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് അല്ലേ. ഇപ്പോൾ എനിക്ക് ഒരു കാലിന് എന്താ പറയുക മുടന്തുണ്ട് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ? എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് വച്ചിട്ട് ഇല്ല. അപ്പോൾ അതാണ് ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പേഴ്സണൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പം എന്താ പറയുക, ഇപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്ക് ഭയങ്കര കടമാണ്, കടബാധ്യതയാണെന്ന് വയ്ക്കുക. അപ്പോൾ അതെന്താണ് ഈ കടബാധ്യത എന്ന് പറയുന്നത് മറ്റുള്ളവരെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണോ? അല്ല അല്ലേ. ഈ കടബാധ്യത എന്ന് പറയുമ്പോൾ എന്നെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് അല്ലേ. ഓക്കെ, ഒരു 2-3 വർഷത്തിന് മുമ്പ് നമ്മൾ അനുഭവിച്ചിരുന്നു കൊറോണ വൈറസിൻ്റെ ഒരു വ്യാപനം അല്ലേ. അതെന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പം എന്നെ മാത്രം അഫക്റ്റ് ചെയ്ത കാര്യമാണോ കൊറോണ വൈറസ്, അല്ലെങ്കിൽ നിങ്ങളെ മാത്രം അഫക്റ്റ് ചെയ്ത കാര്യമാണോ? അല്ല, ഒരു സമൂഹത്തെ മുഴുവൻ അഫക്റ്റ് ചെയ്ത ഒരു കാര്യമാണ് ആ ഒരു കോവിഡ്, ആ ഒരു പാൻഡമിക് എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് അതിന് മുന്നേ 2018 ഫ്ലഡ്, എന്തിനേറെ പറയുന്നു, ഇപ്പം റീസെൻ്റായിട്ടുണ്ടായ വയനാട്ടിലെ നമ്മുടെ ഉരുൾപൊട്ടലുണ്ടല്ലോ, ലാൻഡ് സ്ലൈഡ്, അതൊക്കെ എന്താണ് ഒരു കൂട്ടം സമുദായത്തെ മുഴുവനായിട്ടും അഫക്റ്റ് ചെയ്ത ഒരു എന്താ പറയുക സോഷ്യൽ പ്രോബ്ലംസ് ആണ് അതൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു എന്താ പറയുക ഇൻഡിവിജ്വൽ പ്രോബ്ലംസും സോഷ്യൽ പ്രോബ്ലംസും എന്ന് പറയുന്നത്. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. ഇനി അടുത്ത് വരുന്നതാണ് പ്ലൂറാലിറ്റീസ് ആൻഡ് ഇൻഇക്വാലിറ്റീസ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന കാര്യം വേറെ ഒന്നുമില്ല, നമുക്ക് നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് അറിയാം. ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഡൈവേഴ്സ് ലാൻഡാണ്, വൈവിധ്യമാർന്ന ഒരു നാടാണ്. കാരണം എന്താണ്, ഇതിനകത്ത് നമ്മൾ ഇന്ത്യ തന്നെ എടുത്തു നോക്കൂ, എത്ര മതങ്ങളുണ്ട്, എത്ര എന്താ പറയുക ജാതികളുണ്ട്, എത്ര ഭാഷകളുണ്ട് അല്ലേ. പലതരത്തിലുള്ള എന്താ പറയുക കൾച്ചറുള്ള സംസ്കാരമുള്ള ആൾക്കാരുണ്ട് അല്ലേ. അങ്ങനെ ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അല്ലേ. നമ്മളെല്ലാവരും അത്തരത്തിൽ വൈവിധ്യമാർന്ന ഒരു സമൂഹത്തിൽ ഉൾപ്പെടുന്നവരാണ് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്ലൂറാലിറ്റീസ് എന്ന് പറയുന്നത്. അത്രത്തോളം എന്തുണ്ട്, വൈവിധ്യമാർന്ന കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉള്ളത്. ഓക്കെ, പലതരത്തിലുള്ള എന്താ പറയുക വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന ആൾക്കാരാണ് എവിടെയുള്ളത്. അതാണ് സാരാംശം എന്ന് പറയുന്നത്. അതാണ് പ്ലൂറാലിറ്റീസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എങ്കിലും ഈ പ്ലൂറാലിറ്റി ആണ് എവിടെ ഉള്ളതെങ്കിൽ കൂടിയും ഒരു പ്രത്യേക മതം അല്ലെങ്കിൽ ഒരു പ്രത്യേക ജാതി എന്നുള്ള രീതിയിൽ ഒരു അസമത്വം വരാറില്ലേ? ഓക്കെ, എന്തെങ്കിലും തരത്തിലൊക്കെ ഇനിക്വാളിറ്റീസ് ഉണ്ടാവാറില്ലേ? അതാണ് ഇവിടെ പ്ലൂറാലിറ്റീസ് ആൻഡ് ഇനിക്വാളിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് പ്ലൂറലാണ്. എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള എന്താണ് കമ്പോണൻസ് ഉണ്ട്. എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും എല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു സമൂഹമാണ് നമുക്കുള്ളത്. പക്ഷേ ഇങ്ങനെ പ്ലൂറാലിറ്റീസ് ഉണ്ടെങ്കിലും ഇതിനിടയിലും എന്തുണ്ട്, ഇനിക്വാളിറ്റി ഉണ്ട്, അസമത്വമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലുള്ളത്. അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു, നമ്മൾ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് സൊസൈറ്റിയാണ്, സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ്. അഗസ്റ്റ് കോംതെ ഫാദറാണ്, സോഷ്യോളജിയുടെ പിതാവാണ്. ഓക്കെ, അത് പറഞ്ഞു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ CW മിൽസിൻ്റെ ഏതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസും പബ്ലിക് ഇഷ്യൂസും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്നൊരു കോൺസെപ്റ്റാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അത് ആ ഒരു കാര്യം നമ്മൾ പഠിച്ചു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞതാണ് പ്ലൂറാലിറ്റീസും ഇനിക്വാലിറ്റീസും എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് പ്ലൂറാലിറ്റീസ് കൊണ്ട് നിറഞ്ഞതാണ് അല്ലേ. പലതരത്തിലുള്ള പ്ലൂറാലിറ്റീസാണ് ഇവിടെ ഉള്ളത്, വൈവിധ്യമാർന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. ഈ പ്ലൂറാലിറ്റീസിനിടയിലും എന്തുകൊണ്ട് ഇനിക്വാലിറ്റീസ്, അസമത്വങ്ങളും പല ഫോമിൽ കാണപ്പെടുന്നുണ്ട്. ഈ ഒരു കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിൽ അറിയിക്കും. നിങ്ങൾക്ക് ആദ്യം ചിലപ്പോൾ പഠിക്കുമ്പോൾ ഒരു എന്താ പറയുക ഉറക്കം തൂങ്ങിയ പോലെയൊക്കെ തോന്നും. പക്ഷേ ഇനി അങ്ങോട്ട് പോയി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും കേട്ടോ. നമുക്കറിയാമെന്നുള്ള ഇൻട്രസ്റ്റുള്ള പല കാര്യങ്ങളും നമ്മൾ വീണ്ടും പഠിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ സോഷ്യോളജി നിങ്ങൾ പതിയെ തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങും. ഓക്കെ, അപ്പം എന്തായാലും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അല്ലേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. താങ്ക് യു.